അളവ് 8 ഇഞ്ചല്ലേ പറഞ്ഞത് എന്നാലും 32 കേട്ടോ. ഇവിടെ തയ്യത്തുമ്പ്, ഇത് അളവ്, ഇത് ലൂസ് കേട്ടോ. ഞാൻ കൂട്ടിയിട്ടുണ്ട്. മോള് തയ്ച്ച് വരുമ്പോൾ കുറയാതിരിക്കാൻ വേണ്ടിയാണ്. കൂടുതലുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ. ലാസ്റ്റ് കട്ട് ചെയ്ത് കുറയാൻ നിൽക്കണ്ട. ഇപ്പോൾ കട്ടിങ് ആയി. ഇവിടെ നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഒരു 2.25 ഇഞ്ച് കിട്ടിയാലും മതി കേട്ടോ. 2.25 തയ്യത്തുമ്പൊക്കെ കഴിഞ്ഞ് 2 വശത്ത് തയ്യത്തുമ്പൊക്കെ കഴിഞ്ഞ് ഇത്രയും കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ 2.25 അല്ലേ, തയ്യത്തുമ്പൊക്കെ കഴിഞ്ഞ് 2.25 അല്ലേ കിട്ടും. കറക്റ്റ് അളവ്. കേട്ടോ ഒരുമാതിരി കൂടുതലുള്ളൂ ഇത് തയ്ക്കുമ്പോൾ, കുറവേ ഇല്ല കേട്ടോ. വീതിത്തിരി കൂടെ കൂടിയാലും കുറഞ്ഞാലും. അപ്പോൾ ഈ കട്ട് ചെയ്ത് തന്നു എന്ന് വിചാരിച്ചിട്ട് തയ്ക്കുന്നത് കറക്റ്റ് ആയാലാണ് തയ്യൽ കട്ട് ചെയ്യുന്നത് കറക്റ്റാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മോൾക്ക് കണ്ടില്ലേ, ഇപ്പോൾ കൈയൊക്കെ കറക്റ്റ് ആയിരിക്കും തയ്ച്ചു പിടിച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ അളവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിരിക്കും. വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാരമില്ല. ആ അപ്പോൾ തയ്ക്കുന്നത് കറക്റ്റ് ആ പ്രഷർ രീതിയിലിട്ട് തയ്ക്കാൻ മാത്രം മതി. ഇതിൻ്റെ കട്ടിങ് പീസോടെ ഇതാ ഡീലത്തെ പീസ് അതൊക്കെ വെച്ചോളൂ. ഇഷ്ടം പോലെ ഉണ്ട് പീസ്. ഇത് നമ്മൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത്ര വേസ്റ്റൊന്നും ചെയ്യില്ല. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് മോള് വെട്ടിക്കോളൂ അതോ ഞാൻ വെട്ടണോ? സമയമുണ്ട്. മോനൊന്ന് വെട്ടണമെങ്കിൽ വെട്ടാമെന്നാണ് ഞാൻ പറഞ്ഞു. എങ്ങനെയാണെന്നറിയോ, മോളവിടെ കൊണ്ടുപോയി ആലോചിച്ച് വെട്ടിയാൽ മതി. അത് വെച്ചിട്ട് വെട്ടിയാൽ മതി. വെട്ടണ്ട, അത് തയ്ച്ചു പിടിപ്പിക്കുക. അതിന് അഴിച്ചിട്ട് തല സ്റ്റിച്ചിങ് വലുതാക്കി ഇടുക. എങ്ങനെ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ മോൻ പഠിക്കില്ല. ഇത് അനുഭവത്തിൽ നിന്ന് വന്നാലേ അത് പഠിക്കുള്ളൂ. ആദ്യത്തൊക്കെ നമ്മൾ അഴിക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് അഴിക്കാം. അപ്പോൾ ഇത് വെട്ടിയിട്ടില്ല, അത് കാരണം ധൈര്യമായിട്ട് മോൾക്ക് അഴിച്ചെടുത്ത് പിന്നെ അടിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് സെൻറ്റർ മടക്കാത്തുള്ളൂ. ഇത് സാരിയിൽ നിന്ന് വെട്ടിയെടുത്തല്ലേ. അപ്പോൾ ഈ സാധനം മതി. ഇഷ്ടം പോലെ തുണിയുണ്ട്. ധൈര്യമായിട്ട് മോള് ഇത് ചെയ്താൽ ഇങ്ങനെ സെൻറ്റർ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇതിൽ ബാക്ക് എടുക്കുക. ബാക്കാണ് തയ്ച്ച് പിടിക്കുക. അത് കഴിഞ്ഞ് അത് വെട്ടി തയ്ച്ചത് എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് മോൻ നോക്കിയിട്ട് മതി കേട്ടോ. ഈ ക്രോസ് പീസ് ഇതിൽ ഇങ്ങനെ പിടിക്കുക. കൈ നീളം എടുക്കണം കേട്ടോ. വട്ടം എടുക്കണ്ട. ബ്ലൗസിനൊക്കെ എടുക്കുമ്പോൾ കൈ നീളം എടുത്ത് എടുക്കും. ക്രോസ് വരാൻ പാടില്ല. വട്ടം എടുക്കരുത്. ഫിനിഷിങ് കിട്ടണമെങ്കിൽ എപ്പോഴും നീളം എടുക്കണം. അതിൽ മോക്ക് ഇഷ്ടം പോലെ തുണിയുണ്ട്. കാരണം കൊണ്ട് കൈ ഇങ്ങനെ എടുക്കാം. 2 കൈയും ഒറ്റ പീസിൽ കിട്ടും. ഈ അറ്റത്ത് കിട്ടും. ഈ കട്ടിങ് ഇവിടെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് പോകാൻ എടുക്കാം. ബാക്കിലേക്കുള്ള പീസ് മോള് ഈ പീസ് വെച്ചിട്ട് ഒരെണ്ണം വെട്ടിയെടുത്താൽ മതി. പിന്നെ കഴുത്തിന് വെക്കണത് പൈപ്പിക്കല്ലേ, കറക്റ്റ് ക്രോസ് ആയിട്ട് എടുക്കണം. ക്രോസ് പീസ് തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. ഈ മൂലയ്ക്കുന്ന ക്രോസ് ആയിട്ട് എടുക്കണം കേട്ടോ. ക്രോസ് അല്ലാന്ന് വിചാരിച്ചാൽ പൈപ്പിങ് ഓടിച്ചാൽ അപ്പോൾ അതാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് മാർക്ക് ചെയ്യുക, ബാക്കിലേക്ക് മാർക്ക് ചെയ്ത് പിടിച്ചെടുക്കുക.
ഇതിലേക്ക് തന്നെ ടെക്ക് വരാം കേട്ടോ. ടെക്ക് ഇടുമ്പോൾ ഈ മാർക്ക് ഇപ്പോൾ മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടും അങ്ങോട്ടും മാറരുത്. തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് അതിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ മാർക്ക്. അത് കറക്റ്റ് അളവായിരിക്കും. പ്രഷർ വീതിയെ വരാവോ കേട്ടോ, ഒരുപാട് പിടിക്കരുത്. പ്രഷർ വീതിയിലേക്ക് എടുക്കുക. ടെക്ക് താഴത്തേക്കാണ് വെള്ളയ്ക്ക് ഇറങ്ങിച്ച് കറക്റ്റാക്കി ഇടുക. എങ്ങനെ അത് പലതും പല അളവായി. അത് ഇറക്കത്തിനനുസരിച്ചാണ്. ഇറക്കം ചിലർക്ക് കൂടുതലുണ്ടാവും. ചേച്ചി പൊക്കം കുറവാ. ചേച്ചിയുടെ അളവ് റൂബിക്ക് പറ്റില്ല, കാരണം റൂബി പൊക്കം കൂടുതലാണ്. അവരെ ബ്ലൗസിന്റെ ഇറക്കം തുടങ്ങുകയാണ്. അതിപ്പോ ഇറക്കത്തെ എത്ര ഇറക്കം എന്ന് വിചാരിച്ചാൽ ഇറക്കത്തിനനുസരിച്ച് കിട്ടും. ടെക്കിന്റെ ഇവിടുന്ന് വരുന്ന ടെക്കിന്റെ ഇറക്കം അറിയാൻ പാടില്ലേ, എടുക്കൂലേ നമ്മള്. അത് ഒരാളുടെ എടുക്കുമ്പോ നമുക്ക് അത് ഏകദേശം അതായത് ഇപ്പൊ മേളിൽ